നമസ്കാരം ഫ്രണ്ട്സ്. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ കണ്ട ഒരു 2-3 ന്യൂസ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ഇന്ത്യയിൽ 5 ഭാഷകൾ കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുണ്ട്. അപ്പം നിലവിൽ 6 ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ആൾറെഡി ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 5 ഭാഷകൾ കൂടി ലഭിക്കുകയാണ്. അങ്ങനെ മൊത്തം ഇനി മുതൽ ഇന്ത്യയിൽ 11 ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് തമിഴിനാണ്. നമ്മുടെ മലയാളത്തിനും ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുണ്ട്. 2013 ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. ഇനി ലഭിക്കാൻ പോകുന്ന 5 ഭാഷകൾ ഏതൊക്കെയാണെന്നുള്ളതും ഇതുവരെ ലഭിച്ച ഭാഷകൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കി വയ്ക്കുക. ഇതുവരെ ലഭിച്ചത് തമിഴ്, സംസ്കൃതം, മലയാളം, തെലുങ്ക്, കന്നഡ, ഒഡിയ തുടങ്ങിയ 6 ഭാഷകൾക്കാണ് ഇതുവരെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത്. 2004 ആദ്യമായിട്ട് തമിഴിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. 2013 ആയപ്പോഴേക്കും മലയാളത്തിനും ലഭിച്ചിട്ടുണ്ട്. ദെൻ അവസാനം ലഭിച്ചിരുന്ന ഒഡിയയ്ക്കാണ്. അതിനുശേഷം ഇപ്പോൾ 6 ഭാഷകൾ കൂടി ലഭിച്ചിട്ടുണ്ട്. 5 ഭാഷകൾ കൂടി പുതുതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറാഠി, പാലി, പ്രാകൃത്, ആസാമീസ്, ബംഗാളി എന്നീ 5 ഭാഷകൾക്കാണ് ഇപ്പോൾ ശ്രേഷ്ഠ ഭാഷാ പദവി പുതുതായിട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. എപ്പോൾ വേണമെങ്കിലും ചോദിക്കും, ശ്രദ്ധിച്ചു വയ്ക്കുക. ദെൻ ഒരു ന്യൂസ്, നോബൽ പ്രഖ്യാപനം തിങ്കളാഴ്ച എന്നാണ്. അപ്പോൾ ഈ തിങ്കളാഴ്ച നോബൽ പ്രഖ്യാപനമാണ്. അപ്പോൾ നോബൽ സമ്മാനം എന്ന് പ്രഖ്യാപിച്ച ഒരു ചോദ്യം ഉറപ്പാണ്. നോബൽ സമ്മാനത്തിൻ്റെ ഏത് വിഭാഗത്തിൽ ആർക്ക് കിട്ടി, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിൽ കിട്ടിയ ആൾക്കാർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഈ വൈദ്യശാസ്ത്രത്തിൽ എന്ത് കണ്ടുപിടുത്തത്തിനാണ് നോബൽ സമ്മാനം ലഭിച്ചത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ പൊതുവേ വരാറുണ്ട്. അത് നമുക്ക് നോബൽ സമ്മാനം പ്രഖ്യാപിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നോബൽ സമ്മാനം ആരാണ് പ്രഖ്യാപിക്കുന്നത് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ നോബൽ സമ്മാനം കൊടുക്കാറ് വൈദ്യശാസ്ത്രം, ഊർജ്ജതന്ത്രം, രസതന്ത്രം, അതുപോലെ തന്നെ സാഹിത്യം, സമാധാനം എന്നിവയ്ക്കാണ് നോബൽ സമ്മാനം പ്രഖ്യാപിക്കാറ്. അതുപോലെ തന്നെ സാമ്പത്തിക നോബൽ കൂടി പ്രഖ്യാപിക്കും. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഓസ്ലോയിലെ നോർവീജിയൻ നോബൽ കമ്മിറ്റിയാണ് സമാധാന നോബൽ പ്രഖ്യാപിക്കുക. സമാധാന നോബൽ കൊടുക്കുന്നത് ഓസ്ലോയിലെ നോർവീജിയൻ നോബൽ കമ്മിറ്റിയാണ്. മറ്റുള്ള രസതന്ത്രം, വൈദ്യശാസ്ത്രത്തിനൊക്കെയുള്ള, സമാധാനത്തിനൊക്കെയുള്ള നോബൽ സമ്മാനം നൽകുന്നത് സ്റ്റോക്ക്ഹോമിലെ റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസ് ആണ്. റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസ് ആണ് ബാക്കി നോബലുകളൊക്കെ പ്രഖ്യാപിക്കുക. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് മാത്രമാണ് ഓസ്ലോ നോർവീജിയൻ നോബൽ കമ്മിറ്റി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കുക. നോബൽ ഇമ്പോർട്ടൻ്റ് ആണ്. നോബൽ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ഒരു ക്ലാസ് ആയിട്ട് തന്നെ അത് ചെയ്യാം. അടുത്തൊരു ന്യൂസ്, പ്രൊജക്റ്റ് ചീറ്റയ്ക്ക് 2 വയസ്സായി. അപ്പോൾ പ്രൊജക്റ്റ് ചീറ്റ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പ്രൊജക്റ്റാണ്. ചീറ്റകളെ ഇന്ത്യയിൽ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും നമീബിയയിൽ നിന്നും, അപ്പോൾ ഈ 2 രാജ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ദക്ഷിണാഫ്രിക്ക, നമീബിയ, ഈ 2 രാജ്യങ്ങളിൽ നിന്നായി 2 ഘട്ടങ്ങളിലായിട്ടാണ് ചീറ്റകളെ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ഈ പ്രൊജക്റ്റ് ഉദ്ഘാടനം ചെയ്തത്. 2022 സെപ്റ്റംബർ 17 ഇവയെ കാടുകളിലേക്ക് തുറന്നുവിട്ടത്. സെപ്റ്റംബർ 17, 2022 ആ ഡേറ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണ് പ്രൊജക്റ്റ് ചീറ്റ ഉദ്ഘാടനം ചെയ്തത്. ദക്ഷിണാഫ്രിക്ക, നമീബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നായിട്ട് ഏകദേശം 20ഓളം ചീറ്റകളെയാണ് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നത്. ഈ കാര്യങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുക. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാവും ഇടുന്നൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിന് പ്രത്യേകം തയ്യാറായിട്ടിരിക്കുക. അപ്പോൾ 2-3 ചോദ്യങ്ങൾ ഇന്ന് പേപ്പറിൽ കണ്ടതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നും പേപ്പർ വായന ഒരു ശീലമാക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത്. നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ, പകുതിയിലോളം ചോദ്യങ്ങളും നമുക്ക് പേപ്പറിൽ നിന്ന് കിട്ടും. അതായത് ന്യൂസുകൾ വരുന്ന ഭാഗം ഏതാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് വയ്ക്കുക. ആ ഭാഗങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം. ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ കണ്ടാൽ ഇനിയും ക്ലാസ് ഇടാൻ ശ്രമിക്കാം. മറ്റൊരു ക്ലാസ്സുമായിട്ട് വരാം. താങ്ക് യു.